ഹലോ ഫ്രണ്ട്സ്, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ വാട്ടർമെലൺ വെച്ചുള്ള അടിപൊളിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു 4 കഷ്ണം വാട്ടർമെലനാണ് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 കഷ്ണം അതിൻ്റെ ആ കുരുവൊക്കെ നന്നായി കളഞ്ഞിട്ട് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. കുരുവെല്ലാം അങ്ങ് മാറ്റിയിട്ടാണ് ഇതുപോലെ പീസാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതോടൊപ്പം വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പം ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം വെളിയിൽ വെച്ചിരുന്നാൽ ഇതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 സ്പൂണോളം ഈ ഒരു വാട്ടർമെലണിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഏലക്കയുടെ കുരു മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. നല്ലൊരു സ്മൂത്തായിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പം മൊത്തത്തിൽ 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 ml പാലുണ്ടാവും. അപ്പോൾ നമ്മൾ പാലെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തത് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർമെലൺ മാറ്റി വെച്ചിരുന്നല്ലോ, അതൊന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഇടയ്ക്ക് വാട്ടർമെലൺ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോഴേ ഇടയ്ക്ക് ആ വാട്ടർമെലൺ കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കസ്കസും കൂടി ചേർത്ത് നമ്മളിതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ ഇത് നമ്മൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് 3-4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത്രത്തോളം മധുരമേ ഇതിനുണ്ടാവുള്ളൂ. പിന്നെ കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ, പക്ഷേ കൂടുതലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് വല്ലാത്തൊരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ നമ്മൾ പഞ്ചസാര തന്നെ ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.